ഏരിയ ഇവിടെ ഇല്ല. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് അതിൻ്റെ കൺക്ലൂഷൻ പറയാനായിട്ട് ജയപ്രകാശ് പ്രഭു, രാജീവ് പ്രഭു, സുരേഷ് ഗോപി അവർകൾ, ജയലക്ഷ്മി മാതാജി, സുശീം പ്രഭു എല്ലാവരും ഇന്ന് സജീവമായിട്ട് പങ്കെടുക്കും. ഇന്ന് ആർക്കെങ്കിലും സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തുടരുന്നതാണ്. എസ്കേപ്പ് ആവുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ ഏത് ശ്ലോകമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? 71ാമത്തെ ശ്ലോകമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി 72ലേക്ക് പോകാം. 72 ലാസ്റ്റ് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇങ്ങനെ മാറ്റിവെച്ച വേറൊരു ഇത് ഞാൻ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിലും അപൂർണമാകരുതൊന്നും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം ബാക്കി ലാസ്റ്റ് വെക്കാറുണ്ട്. എങ്ങനോ അപൂർണമായി പോകും. അതല്ല, ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം പരിപൂർണ സമാപ്തിയിലെത്തിയിരിക്കണം. ഏറ്റവും വലിയ ചിത്രകാരനായിട്ടും ഡാവിഞ്ചിയേക്കാൾ മുൻപ് മൈക്കലാഞ്ചലോ കയറിയത് ഡാവിഞ്ചിയുടെ ആ ഒരു സ്വഭാവം കൊണ്ടാണ്. കംപ്ലീറ്റ് ചെയ്യത്തില്ലായിരുന്നു ചിത്രം. രണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 72ാമത്തെ ശ്ലോകത്തിലോട്ട് പോകുന്നു. ഏഷാ ബ്രാഹ്മി സ്തുതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ ശ്യാമന്തകാലേ അഭി ബ്രഹ്മ നിർവാണം ഋച്ഛതി. ഈ അധ്യായത്തിന്റെ തന്നെ രത്ന ചുരുക്കമാണ് ഈ ശ്ലോകം. കാതലായ ഇത്ര 71 ശ്ലോകത്തിന്റെയും രത്ന ചുരുക്കമായിട്ട് ഈ ശ്ലോകം ഭഗവാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ, 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 ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി, നൈനാം പ്രാപ്യ വിമുഹ്യതി, നൈനാം പ്രാപ്യ വിമുഹ്യതി, നൈനാം പ്രാപ്യ വിമുഹ്യതി, സ്ഥിത്വാ ശ്യാമന്തകാലേ അപി, സ്ഥിത്വാ ശ്യാമന്തകാലേ അഭി, സ്ഥിത്വാ ശ്യാമന്തകാലേ അപി, സ്ഥിത്വാ ശ്യാമന്തകാലേ അപി ബ്രഹ്മനിർവാണമൃച്ഛതി, 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 ബ്രഹ്മനിർവാണമൃച്ഛതി. ഏഷാ ബ്രാഹ്മി സ്ഥിത പാർത്ഥ, ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി, നൈനാം പ്രാപ്യ വിമുഹ്യതി, സ്ഥിത്വാ ശ്യാമന്തകാലേ അപി, സ്ഥിത്വാ ശ്യാമന്തകാലേ അപി ബ്രഹ്മനിർവാണമൃച്ഛതി, ബ്രഹ്മനിർവാണമൃച്ഛതി. ശബ്ദാർത്ഥം വിവർത്തനം ശ്രീല പ്രഭുപാദ കി ജയ്. പാർത്ഥ, ഹേ പാർത്ഥ, ഏഷ ഇതാണ്, ബ്രാഹ്മി ആധ്യാത്മികമായ സ്ഥിതി അവസ്ഥ, ഏനാം ഇങ്ങനെ, ഈ സ്തുതിയെ പ്രാപിച്ചിട്ട് ന വിമുഖ്യതി ആരും പിന്നെ വ്യാമോഹിതനാകുന്നില്ല, ആസ്യാം ഈ സ്തുതിയിൽ, അന്തകാലേ അപി അന്ത്യകാലത്തിലെങ്കിലും, സ്ഥിതി ചെയ്തിട്ട്, ബ്രഹ്മനിർവാണം ഭഗവാന്റെ ആധ്യാത്മിക സാമ്രാജ്യത്തെ ഋച്ഛതി പ്രാപിക്കുന്നു.
വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ജയ്. ഏതൊന്നിലെത്തിയാൽ മനുഷ്യനെ വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും. യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേ അപി സ്ഥിത്വാ സ്യാമന്തകാലേ അപി ബ്രഹ്മനിർവാണം ഋച്ഛതി ബ്രഹ്മനിർവാണമൃച്യതി ബ്രഹ്മനിർവാണം ഋച്ഛതി ബ്രഹ്മനിർവാണമൃച്യതി. ഹരേ കൃഷ്ണ. സുശീം പ്രഭു സ്റ്റാർട്ട് ചെയ്തു ശ്ലോകം. ഏഷാ ബ്രഹ്മൈ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേ അഭി ബ്രഹ്മനിർവാണമൃച്ഛതി. ജയപ്രകാശ് പ്രഭു. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേഭി ബ്രഹ്മനിർവാണമൃച്ഛതി. നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേ അപി ബ്രഹ്മനിർവാണമൃച്ഛതി. ജയപ്രകാശ് പ്രഭു, ജിത്തു ഇല്ലേ അവിടെ? ജിത്തുണ്ട്. ആ ഓക്കെ. എവിടെ അടുത്തുണ്ടോ? ഇല്ല ഏതോ ഒരു ടീമിന്റെ കൂടെ ചാറ്റിംഗ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അനവദ്യ. ഈശാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്വാമന്തകാലേ അപി ബ്രഹ്മനിർവാണമൃച്ഛതി. അനവദ്യ അമ്മ. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ അമാന്തകാലേ അഭി ബ്രഹ്മനിർവാണമൃച്ഛതി. രാജീവ് പ്രഭു. രാജീവ് പ്രഭു. ആ ഇച്ചിരി അടുത്ത. ആ ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, സൗണ്ട് കുറവാണ്. കേട്ടില്ലായിരുന്നു? ഇപ്പൊ ശബ്ദം ഓക്കെ. ഒന്നും കൂടി പറഞ്ഞു. യേഷാം ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേ അഭി ബ്രഹ്മനിർവാണമൃച്ഛതി. ഓക്കെ ആയിരുന്നോ? ആ, വെരി ഗുഡ്. ഏഷ ബ്രഹ്മസ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിതിവ്യാസ അന്തകാലേ അപി ബ്രഹ്മനിർവാണമൃച്ഛതി. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. ആമി. ഏഷ ബ്രഹ്മസ്ഥിതി പാർത്ഥ നൈനം
विमुह्यति स्थिवास्याम् अन्तकाले अपि ब्रह्मनिर्वाणं रक्षति. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അമ്മയുടെ ഹരേ കൃഷ്ണ. ഏഷാ ബ്രഹ്മസ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിതിവ്യാസം അനന്തകാലേ ബ്രഹ്മനിർവാണം രക്ഷതി. ഹരേ കൃഷ്ണ. ചേച്ചിക്ക് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഓക്കെ. പ്രസീത മാതാജി. ചേച്ചി വായിച്ചോളൂ. വായിക്കാം. യേശ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈന പ്രാപ്യ വിമുഖ്യതി സ്ഥിത അസ്യാം മന്ദകാല അസ്മി ബ്രഹ്മനിർവാണമുച്യതി. ഹരേ കൃഷ്ണ. പ്രസീത മാതാജി. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേ അഭി ബ്രഹ്മനിർവാണമൃച്ഛതി. ഒന്ന് കണ്ടിന്യൂ ചെയ്യണേ, ഒരു മിനിറ്റ്. ഇതിന്റെ ഭാവാർത്ഥം ജയപ്രകാശ് പ്രഭു ഒന്ന് വായിച്ചോളൂ. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുവാക്കി. കൃഷ്ണാവബോധം അഥവാ ദിവ്യ ജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടെന്നു വരാം. ഒരാൾ ലക്ഷോപലക്ഷം ജീവിതങ്ങൾക്ക് ശേഷവും ആ സ്ഥിതിയിൽ എത്തിയില്ലെന്നും വരാം. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൻ്റെയും അത് അംഗീകരിക്കുന്നതിൻ്റെയും പ്രശ്നമാണിത്. മരണത്തിന് അല്പം മുമ്പ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഗഡ്വാംഗ മഹാരാജാവ് ഈ പരമാവസ്ഥ നേടി. പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രക്രിയ അവസാനിപ്പിക്കലത്രേ നിർവാണം. ബൗദ്ധ സിദ്ധാന്ത പ്രകാരം ഭൗതിക ജീവിതത്തിന് ശേഷം ശൂന്യതയാണുള്ളത്. ഭഗവത്ഗീത മറ്റൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നു. തനി ഭൗതികവാദികൾക്ക് ഈ ഭൗതിക ജീവിതത്തിന് ഒരവസാനവും ഉണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടൂ. ആധ്യാത്മികമായി പുരോഗമിച്ചവർക്കാകട്ടെ ഇതിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. മരണത്തിനു മുമ്പ് ഭാഗ്യവശാൽ കൃഷ്ണാവബോധം ഉദിക്കുന്നവർ ക്ഷണേനെ ബ്രഹ്മനിർവാണമടയുന്നു. ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല, രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ. അതിനാൽ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയെന്നാൽ ആത്മീയ തലത്തിൽ എത്തുക എന്നർത്ഥം. ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ സുഖ പൂർത്തിക്കായുള്ള കർമ്മങ്ങളുണ്ട്. ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധ ഭരിതങ്ങളായ പ്രവർത്തനങ്ങളാണുള്ളത്. ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം ഉദിക്കുന്നത് തന്നെയും ക്ഷണേന ലഭ്യമായ ബ്രഹ്മപഥ പ്രാപ്തിയത്രേ. ആ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭൗതിക പദാർത്ഥം എന്നതിന് നേരെ വിപരീതമാണ് ബ്രഹ്മപദം. അതുകൊണ്ട് ബ്രാഹ്മീ സ്ഥിതി ഭൗതിക പ്രവർത്തനങ്ങളുടെ രംഗത്ത് നിന്നകന്ന നിലയെ സൂചിപ്പിക്കുന്നു. ഭഗവത് സേവനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമെന്ന് ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ട്. സ ഗുണാൻ സമധീതൈത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഈ ബ്രാഹ്മീ സ്ഥിതി ബന്ധമുക്തി തന്നെ. ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ ഈ രണ്ടാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവയാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങൾ. രണ്ടാം അധ്യായത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ ഉള്ളടക്കം എന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടവും ഇതിലൂടെ കിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തുകൊണ്ടാണ് ഈ ശ്ലോകം
ഈ ഭഗവത്ഗീതയുടെ ഫുൾ കാതലായ അംശം, ഭഗവത്ഗീതയുടെ അല്ല, ഈ ചാപ്റ്ററിന്റെ കാതലായ അംശമാണ് എന്ന് പറഞ്ഞത്. ഓപ്പൺ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. സുശീം പ്രഭു സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നില്ല? ഞാനത് നോക്കുകയാണ്. ഞാനത് എന്റെ ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവദ്ധാമത്തിലെത്തും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, മരിക്കുമ്പം കൃഷ്ണ ഭഗവാനെ മനസമാധാനമായി ഒന്ന് മരിക്കണം, വിഷമങ്ങളൊന്നും ഉണ്ടാകല്ലേ എന്നുള്ളത്. സന്തോഷത്തോടെ മരിക്കണം എന്നത്. സ്റ്റാർട്ട് ചെയ്യാം ഓപ്പൺ പോയിന്റ്സ്. മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ തന്നെയാണ് ലാസ്റ്റ് സമയത്തും അതിൻ്റെതായ ഒരു കോൺഷ്യസിലൂടെ പോയിട്ട് മരിക്കാൻ ഇടയാകുന്നത്. അതിന് കാരണം അപ്പോഴും വിഷയസുഖത്തോടുള്ള അമിതമായ ആസക്തിയാണ്. വൈഷയിക സുഖം. അതെ, വൈഷയിക സുഖം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പുരുഷൻ മാത്രമല്ല, സ്ത്രീയും ആഗ്രഹിക്കുന്ന വൈഷയിക സുഖം. അത് ഒന്നിൽ മാത്രമല്ല, എല്ലാ പോയിന്റിലും അമിതമായ ആസക്തി, ആഗ്രഹം, ഇതാണ്. ഇപ്പം ആ വൈഷയിക സുഖത്തെ സ്ത്രീലിംഗമായിട്ട് കരുതുമ്പോൾ പ്രഭുപാദരുടെ മറ്റൊരു കോട്ടിൽ പറയുന്നുണ്ട്, പുരുഷൻ സ്ത്രീയെ സ്ത്രീയായിട്ട് കാണുമ്പോൾ അതേസമയം അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്ത്രീ പുരുഷനെ സ്ത്രീയായിട്ടാണ് കാണുന്നത്. ചെറിയൊരു ട്വിസ്റ്റഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. പുരുഷൻ സ്ത്രീയെ സ്ത്രീയായിട്ട് കാണും, അതുപോലെ തന്നെ സ്ത്രീ പുരുഷനെയും സ്ത്രീയായിട്ട് കാണും. നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേനും അത് ഏറെക്കുറെ മനസ്സിലാവും. ഭൗതികത എന്നുള്ള ഭൗതിക ലോകം എന്നുള്ളത് മായയാണ്. ഊർദ്ധമൂല മതശാകം 15-ാമത്തെ അധ്യായത്തിനാണെന്ന് തോന്നുന്നു. അശുദ്ധം പ്രാഹുരവ്യം. അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കും. ഒരു മിനിറ്റ്, സുശീം പ്രഭു പറയും, അപ്പോഴത്തേന് ഞാൻ വരാം. ഭഗവാനുവാച ഊർദ്ധമൂലമദശാകം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായ അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷമെന്തെന്നറിയുന്നവൻ എത്രേ വേദജ്ഞൻ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പോയോ? അപ്പൊ ഞാൻ എന്റെ ഭാവാർത്ഥം വായിക്കും, അതായിരിക്കും നല്ലത്. ആർക്കെങ്കിലും മനസ്സിലാവുമെങ്കിൽ പെട്ടെന്ന്. ഭക്തിയോഗത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി പ്രതിപാദിച്ചത് കേട്ട ഒരാൾ അപ്പോൾ വേദങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേക്കാം. വേദപഠനത്തിന്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുകയാണെന്ന ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ ഭക്തിയോഗ സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. ഭൗതിക ബന്ധങ്ങളാണ് ഇവിടെ അരയാൽ വൃക്ഷത്തോട് ഉപയോഗിച്ചിരിക്കുന്നത്. ബലോദിഷ്ട കർമ്മങ്ങൾ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. ഒരു ശാഖയിൽ നിന്നും മറ്റൊന്നിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന് അതിരില്ല. അതിൽ ആസക്തരായവർക്ക് മോചനവുമില്ല. ആത്മോന്നതി ലക്ഷ്യമാക്കുന്ന വേദസൂക്തങ്ങൾ ഇതിന്റെ ഇലകളെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ഇതിന്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയുന്നു.
വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അനശ്വരമെന്ന് പറയപ്പെടുന്ന ഈ മായാവൃക്ഷത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യന് അതിൽ നിന്ന് മുക്തനാവും. എല്ലാം പിടി കിട്ടിയോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ട്രീ ആയിട്ട് കമ്പയർ ചെയ്തിട്ട്. ബ്രഹ്മലോകം തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഇതൊരു വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവ് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ വരെ. അപ്പം ഈ ബ്രഹ്മലോകവും ഭൗതിക ലോകമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവിന് കൊണ്ട് ഒരു ഏജ് ഉണ്ട്, ബ്രഹ്മാവിനൊരു മരണമുണ്ട്, എല്ലാം ഉണ്ട്. അത് ഏത് 9 മറ്റോ ആണ്. അബ്രഹ്മ പുനാലോകോ പുനരാവർത്തനോ അർജുന എന്ന് മറ്റു ശ്ലോകമുണ്ട്. കേട്ടിട്ടുണ്ടോ? JP പ്രഭു കേട്ടാണോ? 8ലോ 9ലോ നമ്മൾ പഠിച്ചതാണെന്ന് തോന്നുന്നു. അബ്രഹ്മ പൂനാലോകോ പുനരാവർത്തനോ അർജുന ശ്ലോകം. അത് അവിടെ നിൽക്കട്ടെ. അതായത് ബ്രഹ്മലോകത്തിലുള്ളവർ ഉൾപ്പെടെ പുനരാവർത്തനം ഉള്ള സ്ഥലമാണ്, മെറ്റീരിയലാണ്. അപ്പൊ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാൽ നമുക്ക് വീണ്ടും ജനിച്ച് മരിക്കേണ്ടി വരും, ബ്രഹ്മാവിന് ഉൾപ്പെടെ. അങ്ങനെയാണ്, അതിനെയാണ് ഇത് ഈ ഒരു വൃക്ഷത്തിന്റെ വേദങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഈ 15ാമത്തെ ശ്ലോകത്തിൽ അത് കാണിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട് വേദങ്ങളൊക്കെ പഠിക്കുന്നത് തന്നെ ഭഗവാനെ അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നീ ഇപ്പൊ കിടന്ന് വേദങ്ങളൊന്നും പഠിച്ച് വിഷമിക്കണ്ടെന്നാണ് പറയുന്നത്. ഈ 2ാമത്തെ പാരഗ്രാഫ് വായിക്കാം. ഈ മോചനത്തിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ. ഭക്തിയുത സേവനമാണ് അവയിൽ അത്യുത്തമമെന്ന് 13ാം അധ്യായം സ്പഷ്ടമാക്കുകയും ചെയ്തു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ആസക്തിയുമാണ് ഈ ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഭൗതിക ലോകത്തോടുള്ള ആകർഷണത്തെ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ആദ്യമായി വിവരിക്കുന്നു. ഭൗതികാസ്തിത്വത്തിന്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ് അതിന്റെ ആരംഭം എന്ന് സാരം. അവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങളാകുന്ന ശാഖോപശാഖകളോടെ ഇത് വളർന്ന് വികസിക്കുന്നു. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവസത്തകൾ ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ. വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമായി നിൽക്കുന്ന ഈ വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കില്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ജലാശയത്തിനരികിലായി നോക്കിയാൽ കാണാം. വേരുകൾ മുകളിലും താഴെയുമായിട്ടാണ് വെള്ളത്തിൽ നിഴലിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മ ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം. വൃക്ഷച്ചായ വെള്ളത്തിൽ നിഴലിക്കുന്നത് പോലെ ആധ്യാത്മികമായ ആ വൃക്ഷത്തിന്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യും. ഈ ഭൗതികതയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ചു കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെ കാരണം. ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്തറിയണം. എന്നാൽ അതിനോടുള്ള ബന്ധം ഛേദിച്ചു കളയാൻ കഴിയും. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഈ പ്രതിച്ഛായക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളത് എന്തും കേൾക്കുന്നില്ല പ്രഭു. സ്റ്റക്കായി. സ്റ്റക്കായി. ഹരേ കൃഷ്ണ. സുശീം പ്രഭു സ്ട്രക്കായി. ജയപ്രകാശ് പ്രഭുവിന് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ സബ്ജക്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞതാണ്. അത് എവിടെയാണ് നമ്മൾ നിർത്തി? 737 2ാമത്തെ പാരഗ്രാഫ്. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഈ പ്രതിച്ഛായക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളത് എന്തും ആത്മീയ ലോകത്തിലുമുണ്ട്. വ്യക്തി ശൂന്യവാദികൾ ബ്രഹ്മമാണ് ഭൗതിക ലോകത്തിന്റെ വേരെന്ന് പറയുന്നു.
സാങ്ക്യ സിദ്ധാന്ത പ്രകാരം ആ വേരിൽ നിന്നാണ് പ്രകൃതിയും പുരുഷനും ത്രിഗുണങ്ങളും പഞ്ചമഹാഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റു വഴിയെ ഉളവായത്. ഇങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സർവാവിഷ്കാരങ്ങളുടെയും മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ ആ കേന്ദ്രത്തിന്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും 180 ഡിഗ്രിയോളം ഭൗതിക ലോകവും ആവണം. മേൽക്കീഴായി മറിഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് ഇതിലുള്ള വൈവിധ്യം അത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും. അവിടെയുള്ളത് സത്യമാണെന്ന ഭേദമേ ഉള്ളൂ. ഭഗവാന്റെ ബാഹ്യശക്തിയാണ് പ്രകൃതി, ഭഗവാൻ പുരുഷനും. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ഈ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷേ ഈ പ്രതിഫലനത്തിന് കാരണമായ ഉറവിടം എന്തെന്നോ അത് ശാശ്വതമാണ്. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഭൗതിക ബിംബത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോട് ഉള്ള ആസക്തിയെ അറുത്തു നീക്കേണ്ട വിധം അറിയുന്നയാൾ എന്നർത്ഥം. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദോക്തങ്ങളായ യജ്ഞാതിക്രിയകളാൽ ആകൃഷ്ടനായവന് വൃക്ഷത്തിന്റെ അഴകുള്ള പച്ചിലകളിലാണ് ഭ്രമം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശം എന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ വായിക്കാമോ ജയപ്രകാശ്? ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. വേദങ്ങളുടെ ഉദ്ദേശം അതിലെ ഭംഗികൾ നോക്കി പുറവേ പോവുക എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. വേദങ്ങളുടെ ഉദ്ദേശം യഥാർത്ഥമായിട്ടുള്ള, ഒന്നുകൂടെ പറയണേ. ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് വേദങ്ങളുടെ പൊരുൾ. അല്ലാതെ വേദമന്ത്രങ്ങളുടെ പുറവേ പോയി ജീവിതം പാഴാക്കാനുള്ളതല്ല. കൃത്യമായ സന്ദേശമാണ്. അതുകൊണ്ടാണ് നാരദ മഹർഷിയുടെ ഉപദേശം അനുസരിച്ചിട്ട് വ്യാസമഹർഷി ഭാഗവതം എഴുതിയത്. ഈ കലിയുഗത്തില് ഒരേ ഒരു വിധിയേ ഉള്ളൂ, അത് ഭാഗവത വിധിയാണ്. അവിടെയാണ് വീണ്ടും നമ്മൾ പറഞ്ഞത് വിഭ്രാന്തി ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നു. ആ വിഭ്രാന്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ ഗുരുവിന്റെ ഉപദേശത്താൽ 1966 ആദ്യമായി പ്രഭുപാദര് അമേരിക്കയിലെത്തിയത്. ശരിക്കും അവിടുത്തെ ജനത വിഭ്രാന്തിയിലായിരുന്നു. അവിടുത്തെ യുവതലമുറ വിഭ്രാന്തിയിലായിരുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് അവർക്കറിയില്ലായിരുന്നു. ലഹരിയുടെ അടിമത്തത്തിലായിരുന്നു അവർ. ആ ലഹരിയിൽ നിന്ന് മുക്തിയാവാൻ കോടിക്കണക്കിന് ഡോളർ അമേരിക്ക ചെലവഴിച്ചു. പക്ഷേ നടന്നില്ല. ഈ വൃദ്ധൻ അത് നടന്നു. തന്റെ 69ാമത്തെ വയസ്സിൽ പോകുമ്പോൾ, ആ ദുർബല ശരീരവുമായിട്ട് പോകുമ്പോൾ മനസ്സ് വളരെ ദൃഢമായിരുന്നു. കാര്യം ഭഗവാനിലുള്ള, ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഗുരു എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് സാധിച്ചെടുക്കും, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ദൃഢതമമായ ആ വിശ്വാസത്തിൽ, ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഒരിക്കലും നമുക്ക് പരിപൂർണമായ വിശ്വാസമില്ലെങ്കിൽ പൊതുജനത്തിന് മുന്നിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പരാജിതനാവും. നമ്മൾ ഈ ഒരു ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ അചഞ്ചലമായ വിശ്വാസം വേണം. ട്വിസ്റ്റഡ് മൈൻഡോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല.
പ്രഭുപാദർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് പോയപ്പോൾ തന്റെ സുഹൃത്ത് കളിയായിട്ട് പറഞ്ഞു, ഓ അങ്ങ് അമേരിക്കയിൽ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദർ പറഞ്ഞ്, ഭാഗവതം പോകുന്നു, അതിന്റെ കൂടെ ഞാനും പോകുന്നുണ്ട് എന്ന്. ഭഗവാനാണ് പോകുന്നു എന്നുള്ള കൃത്യമായ വിശ്വാസം. അങ്ങനെ ആ വിശ്വാസം കൊണ്ട് അമേരിക്കൻ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട്, അമേരിക്കയിലെ കോടതി ഔദ്യോഗികമായിട്ട് പ്രഭുപാദരെ അംഗീകരിച്ചു. അവിടുത്തെ ഒരുപാട് യുവതലമുറ പ്രഭുപാദരുടെ ശിഷ്യന്മാരായി ഭാരതത്തിലേക്ക് വന്നു. ഭാരതീയ സംസ്കാരത്തെ പഠിച്ചു, ധർമ്മത്തെ പഠിച്ചു, ഭഗവത്ഗീത പഠിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അചഞ്ചലമായി ഭഗവാനിൽ വിശ്വസിക്കണം. ഭഗവാനിൽ വിശ്വസിക്കുന്നതിന്റെ ആദ്യ പടിയാണ് നാമജപം. എന്തു വന്നു കഴിഞ്ഞാലും ഞാൻ നാമം ജപിച്ചിരിക്കും, ഏതവസ്ഥയിലും ഞാൻ നാമം ജപിച്ചിരിക്കും. ഭഗവത്ഗീത ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും ഞാൻ കൃത്യമായിട്ട് വായിച്ചിരിക്കും, കൃത്യമായിട്ട് വായിച്ചിരിക്കും. ഒരു ശ്ലോകവും ഒരർത്ഥവും ഞാൻ കൃത്യമായിട്ട് വായിച്ചിരിക്കും. അത് ജീവിതത്തിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ എഴുതി വെക്കുക, മാസത്തിൽ കോളം ഇടുക 1 to 31. എടുത്ത സങ്കല്പം എനിക്ക് എന്ന് സാധിച്ചു എന്നുള്ളത് ടിക്ക് ചെയ്യുക. ആ ഒരു ദിവസം ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡു മാർക്ക് ഇടുക. പിറ്റേ ദിവസവും വായിക്കുക, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ എടുക്കുക, വൈറ്റ് പേപ്പർ എടുക്കുക, വീണ്ടും വായിക്കുക. ഇന്ന് എനിക്കിത് ഫോളോ ചെയ്യാൻ സാധിച്ചു, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, there is no issue, ക്രോസ് മാർക്ക് ഇടുക. ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടിക്ക് മാർക്ക് ഇടാൻ സാധിക്കും, ഉറപ്പാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് വരെ തീർച്ചയായിട്ടും ആ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇടാൻ പറ്റും, അത് കൃത്യമാണ്. അന്ന് വിചാരിക്കണം നിങ്ങൾ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തോട്ട് വന്നു എന്നുള്ളത്. ഇതാണ് ഭഗവത്ഗീത തരുന്ന സന്ദേശം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു കണ്ടിന്യൂ ചെയ്യാം, ഇടയ്ക്ക് വെച്ച് നിന്ന് പോയത്. ഞാനത് വായിച്ചെന്നേ ഉള്ളൂ. ആ പേരുകൾ ഇവിടെ നമ്മളെ ഭൂമിയിലെ ജീവിതം ഒരു നിഴലാണ് എന്ന് പറയുന്നു, ഒരു റിഫ്ലക്ഷനാണ്. നിഴലാണെന്ന് മനസ്സിലാക്കുന്നത് ആ പ്രോസസ്. അപ്പോ ആ പ്രോസസ് കവർ ചെയ്താൽ ഒറിജിനൽ എന്താ എങ്ങനെ ഇരിക്കും, ദേവലോക ആത്മീയ ലോകത്ത് അതിന്റെ ഒറിജിനൽ ട്രീ ഉണ്ടാവും എന്ന് പറയുന്നു ആ ശ്ലോകത്തിൽ. ശ്ലോകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, യഥാർത്ഥ വൃക്ഷത്തിന്റെ ഭൗതിക പ്രതിബിംബത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് മുറിച്ചു നീക്കാനുള്ള വിധം അറിയുന്നവൻ എന്നർത്ഥം. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദോക്തങ്ങളായ, അതായത് അതിന്റെ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കാതെ ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ നിന്ന് വെളിയിൽ വരാൻ കഴിവുള്ള ആളാണ് വേദജ്ഞൻ എന്ന് പറയുന്നു ഈ ശ്ലോകം. ഈ റിഫ്ലക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ഇത് ടെമ്പററി ആണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ ഒറിജിനൽ കണ്ടുപിടിച്ച ആള് ദേവജൻ എന്ന് പറയുന്നു. ശരിയാണ്. അങ്ങനെയാണ് ഈ ശ്ലോകത്തിന്റെ ഒരു അർത്ഥം. സുശീം പ്രഭു പറയുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ജയലക്ഷ്മി മാതാജി 18ാമത്തെ ചാപ്റ്ററിൽ 65ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കുക. പേജ് നമ്പർ കൂടെ ഒന്ന് പറയൂ. പേജ് നമ്പർ എന്റെ പഴയ ഭഗവത്ഗീതയാണ്. ഏറ്റവും ലാസ്റ്റ് ആണ്, ഏറ്റവും ലാസ്റ്റ് ശ്ലോകങ്ങളിലാണ്. 18ാമത്തെ അധ്യായം 65ാമത്തെ ശ്ലോകം. 873 പേജ് നമ്പർ.
അതാണോ പ്രഭു? അതെ, മന്മനാഭ മത്സക്തോ മദ്യജി മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോ അസി മേ. ഭാവാർത്ഥം വായിക്കണോ? എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തും പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ബാക്കി കൂടെ വായിക്കണോ പ്രഭു? തികച്ചും കൃഷ്ണന്റെ ശുദ്ധ ഭക്തനാവുകയും എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്നതാണ് അതീവ രഹസ്യമായ ജ്ഞാനം. ഔദ്യോഗികമായി ഒരു ധ്യാനിയാകേണ്ടതില്ല. കൃഷ്ണനെ കുറിച്ച് നിരന്തരം സ്മരിക്കാൻ അവസരം കിട്ടുന്ന വിധത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യേണ്ടത്. 24 മണിക്കൂറും കൃഷ്ണസ്മരണ കൂടിയേ കഴിയൂ എന്ന് വരുന്ന വിധത്തിൽ ജീവിതക്രമം ചിട്ടപ്പെടുത്തണം. ഇങ്ങനെ ബോധനിഷ്ഠനാകുന്ന ഒരാൾ തീർച്ചയായും തന്റെ ധാമത്തിൽ എത്തുമെന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു. അവിടെ അയാൾ ഭഗവാനുമായി സഹവസിക്കുകയും ചെയ്യും. തന്റെ പ്രിയ സുഹൃത്താകയാലാണ് ഈ അതീവ രഹസ്യജ്ഞാനം അർജുനന് അദ്ദേഹം നൽകിയത്. അർജുനന്റെ ഈ മാർഗം പിന്തുടരുന്ന എല്ലാവരും കൃഷ്ണന് സുഹൃത്തായി ഇരിക്കും. അർജുനനെ പോലെ പരിപൂർണത നേടുകയും ചെയ്യും. കൃഷ്ണനിൽ മുടിക്കെട്ടിൽ മയിൽപ്പീലികൾ ചൂടി 2 കൈകളാലും ഓടക്കുഴലേന്തി നിൽക്കുന്ന ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ വാക്കുകളിലൂടെ ഊന്നി പറയുന്നത്. ബ്രഹ്മസംഹിത മുതലായ ഗ്രന്ഥങ്ങളിൽ കൃഷ്ണന്റെ പല വർണ്ണ ചിത്രങ്ങളുമുണ്ട്. മനസ്സുറപ്പിക്കേണ്ടത് മൗലികമായ ഈ രൂപത്തിലാണ്. മറ്റു ഭഗവത് രൂപങ്ങളിലേക്ക് പോലും മനസ്സ് നീങ്ങരുത്. ഭഗവാൻ കൃഷ്ണന് വിഷ്ണു, നാരായണൻ, ശ്രീരാമൻ, വരാഹം മുതലായ വിവിധ രൂപങ്ങളുണ്ട്. പക്ഷേ അർജുനന് മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാന്റെ ദിവ്യ രൂപത്തിലാണ് ഭക്തൻ ശ്രദ്ധ ഏകാഗ്രീകരിക്കേണ്ടത്. കൃഷ്ണനിൽ ഇങ്ങനെ മനസ്സുറപ്പിക്കലാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും ഗോപ്യമായ വശം. തന്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഇത് വെളിപ്പെടുത്തിയത്. ഹരേ കൃഷ്ണ. എന്ത് മനസ്സിലാക്കി? കൃഷ്ണനെ ഭജിച്ചാൽ, എപ്പോഴും ഓർത്താൽ, എല്ലാം അദ്ദേഹത്തെ സാക്ഷി നിർത്തി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായി മാറാം. അതെ. ഇപ്പം ഏത് രൂപത്തിൽ ധ്യാനിക്കണം എന്നും കൃത്യമായ സന്ദേശം തന്നു. ഇവിടെ ഹരേ കൃഷ്ണ, അപ്പം 12ാമത്തെ അധ്യായത്തില് 2ാമത്തെ ശ്ലോകത്തിലും കൃത്യമായി ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇവിടെ പ്രഭുപാദർ സന്ദേശം തരുന്നു, അതിന്റെ പൊരുൾ തരുന്നു. അതേസമയം 12ാമത്തെ അധ്യായത്തിലും കൃത്യമായ സന്ദേശം തരുന്നു. ഇവിടെയും ഭഗവാൻ കൃത്യമായിട്ട് മന്മനാഭവമത്വക്തോ, എപ്പോഴും എന്നെ ഓർമ്മിക്കുക എന്ന് അർജുനന്റെ മുന്നിൽ കൃഷ്ണൻ പറയുമ്പോൾ ഏത് രൂപമാണ്? അവിടെ വേറെ നമ്മുടെ അതിബുദ്ധി കൊണ്ട് വേറെ രൂപങ്ങളിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനല്ലേ? മറ്റു പുരാണങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ? മറ്റു രൂപം അങ്ങനല്ലേ? ചതുർഭുജമല്ലേ? ഒന്നുമില്ല. സിമ്പിളായിട്ട് ചിന്തിക്കുക. ഒരു സാധാരണ മനുഷ്യനായിട്ട് നിന്നിട്ട് അർജുനനോട് എന്താണ് പറഞ്ഞത് അതങ്ങനെ എടുക്കുക. എന്നെ ഭജിക്കുക എന്ന് പറയുമ്പോൾ അർജുനന്റെ മുന്നിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് ദ്വിഭുജനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതാണ് കഴിഞ്ഞ ആഴ്ച ജയലക്ഷ്മി മാതാജി പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീകൃഷ്ണ ദർശനത്തെ പറ്റി പറഞ്ഞത്. അവിടെ മറ്റൊന്നുമല്ല കണ്ടത്, ഭഗവാനെ കണ്ടു. ആ ഭഗവാനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിധിധ്യാസന എന്ന ഭക്തിയുടെ ശ്രേഷ്ഠമായ തലത്തിൽ, വിശ്വാസത്തിൽ ഉപരിയായ നിധിധ്യാസന എന്ന തലത്തിൽ നമ്മൾ എത്തണം.
ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു വീണ്ടും കൂടുതൽ ഇതിൽപ്പറ്റി പറയാം. സമയം ഒരുപാടുണ്ട്. ഒന്നുമില്ല. എന്തെങ്കിലും കാണും. അമൃത മാതാജി പറയും. കിട്ടും പ്രഭു ഒന്നുമില്ല. അമൃത മാതാജി പറയും. മ്യൂട്ടാണ്. മ്യൂട്ടാണ്. ഒന്നുമില്ല. ഭഗവീത മാത്രമേ ഉള്ളൂ പറയാൻ അല്ലേ? കൃഷ്ണന്റെ ഏത് രൂപത്തെയാണ് നമ്മൾ ഭക്തിപൂർവ്വം ആരാധിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അതാണ് ഏന്തി നിൽക്കുന്ന ശ്യാമസുന്ദരനായ കൃഷ്ണൻ. അതായത് മുടിക്കെട്ടിൽ മയിൽപീലികൾ ചൂടി 2 കൈകളും ഓടക്കുഴൽ ഏന്തി നിൽക്കുന്ന ശ്യാമസുന്ദരമായ രൂപം. ആ രൂപത്തിലാണ് അർജുനന്റെ മുമ്പ് അവതരിച്ചത്. അത് അർജുനന് ഇത് കൊടുത്തത്. അപ്പൊ ആ രൂപമാണ് ഏറ്റവും നല്ലത്. മറ്റൊരു രൂപങ്ങളൊന്നും ആവശ്യമില്ല. വന്ദേ നവഘനശ്യാമം ദിവിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. വളരെ ശ്രേഷ്ഠമായ രൂപം നിസാരമല്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്നും കാണുന്നതല്ലേ എന്ന് വിചാരിക്കും. ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ഭഗവാന്റെ ആ രൂപവും ഭഗവാന്റെ ലീലാവിലാസങ്ങളും ഭഗവാന്റെ എല്ലാം നമുക്കെല്ലാം ചിന്തിക്കാൻ പറ്റുന്നതല്ല, അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. പറയുന്നു ഗർഗഭാഗവതത്തില്. ഞാനത് പറഞ്ഞിട്ടുണ്ടോന്നാ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. വ്യാതസ്യാചരണം ധ്രുവസ്യ വചയോ. പറഞ്ഞായിരുന്നു ഈ ശ്ലോകം? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് അല്ലേ? ഓർക്കുന്നില്ല പ്രഭു. ഈ ശ്ലോകം വായിച്ചു ജയപ്രകാശ് പ്രഭു? ഓർമ്മയില്ല. വ്യാതസ്യാചരണം ധ്രുവസ്യ ച വയോ വിദ്യാ ഗജേന്ദ്രസ്യ കുബ്ജായാക്കും നാമരൂപമധികം കിം സുധാംനാധനം വംശോ വിദൂരസ്യ യാദവ പദേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം ന ച ഗുണൈഃ ഭക്തിപ്രിയോ മാധവഃ. ചൊല്ലിയിരുന്നോ? ഓർമ്മയില്ല. ധ്വാദസ്യാചരണം ധ്രുവസ്യ ച വയോ വിദ്യാ ഗജേന്ദ്രസ്യ കുബ്ജായാക്കും നാമരൂപമധികം കിം സുധാംനാധനം വംശോ വിദൂരസ്യ യാദവ പദേ ഉഗ്രസ്യ കിം പൗരുഷം. ഇവിടെ പറയുന്നത് ഭഗവാന്റെ മുന്നിൽ മറ്റൊന്നിനും സ്ഥാനമില്ല. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ദരിദ്രനെന്നോ സ്വർണ്ണക്കരണ്ടിയിൽ കഴിക്കുന്നവനെന്നോ വെള്ളിക്കരണ്ടിയിൽ കഴിക്കുന്നവനോ ഒന്നുമില്ല. അവിടെ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ: സ്നേഹം, അചഞ്ചലമായ വിശ്വാസം. അതിന് പറയുന്നത്, ഉദാഹരണങ്ങൾ പറയുന്നത്, ധർമ്മവ്യാധന എന്ത് ആചാര അനുഷ്ഠാനങ്ങളാണ് ഉണ്ടായത്? മാംസവിക്രയമായിരുന്നു കുലത്തൊഴിൽ. ധ്രുവന് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നക്രഗ്രഹണത്തിൽ നിന്നും മുക്തി നേടാൻ ഭഗവാനെ പ്രാർത്ഥിച്ച ഗജേന്ദ്രന് എന്ത് വിദ്യയാണ് ഉണ്ടായിരുന്നത്? കംസപുരിയിലെ കുബ്ജയ്ക്ക് എന്ത് സൗന്ദര്യമാണ് ഉണ്ടായിരുന്നത്? 3 വളവുള്ള അവളുടെ പേര് തന്നെ കൂനി എന്നായിരുന്നില്ലേ? ധൃതരാഷ്ട്ര അനുജനായ വിദുരന് കുലമഹിമ വല്ലതും ഉണ്ടായിരുന്നു? വെറും ദാസീപുത്രനായിരുന്നു. കംസവധത്തിന് ശേഷം മധുരാധിപനായ അഭിഷേകം ചെയ്യപ്പെട്ട ഉഗ്രസേനന് വലിയ പൗരുഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്തനായ സുദാമാവിന് വല്ല ധനവും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ. അദ്ദേഹം ഭക്തി കൊണ്ട് വശകനും ഭക്തപ്രിയനുമാണ്. എല്ലാവിധ ഭക്തികളിലും ശ്രേഷ്ഠമാണ് പ്രേമഭക്തി. അമ്മ കുഞ്ഞിനെ എന്ന പോലെ, ശിശുമാതാവിനെ എന്ന പോലെ, പതി പത്നിയെ എന്ന പോലെ വാത്സല്യം, സ്നേഹം, പ്രേമം എന്നിവയോട് കൂടിയുള്ള ഭക്തിയാണ് ഭഗവത് പ്രീതിക്ക് ഒരേ ഒരു വഴി. നിഷ്കഞ്ചനന്മാരും സ്വകർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നവരും ഹരിപദം നിരന്തരം ഭജിക്കുന്നവരും നിരപേക്ഷമായ അഹൈതുകമായ ഭക്തിയുള്ളവനുമായ സജ്ജനങ്ങൾക്ക് ഭഗവത്പാദ രജസ് മാത്രമാണ് സുഖം നൽകുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം?
അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല. ഞാൻ നല്ല വേഷമിട്ടിട്ടാണ് പോയത്, ഞാൻ ദരിദ്രനാണ്, അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് എങ്ങനെ പോകും, എന്നെ ഭഗവാൻ എങ്ങനെ കാണും? ഇതൊക്കെ ഭൗതികമായ കാഴ്ചപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ കാണുന്നത് നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ പ്രേമമാണ്, നമ്മുടെ മനസ്സാണ്. നിവേദ്, ഹരേ കൃഷ്ണ, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? കേട്ടോണ്ടിരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു? ഇല്ല, എല്ലാം ശരിയാണ്. നമ്മൾ നേരത്തെ നിർത്തേണ്ടി വരും കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ പ്രഭു? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ല, ഞാനും കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ അധ്യായത്തിലൂടെ നമുക്ക് 1-2 മെസ്സേജസ് എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ക്യാച്ചിങ് പോയിന്റ് എന്താണ്? ഈ ക്യാച്ചിങ് കൗച്ച് എന്നൊക്കെ പറയത്തില്ലേ, ക്യാച്ചിങ് പോയിന്റ്. അതിനകത്ത് പ്രഭു പറയുന്നത് ഒരു ഔദ്യോഗികമായി നമ്മൾ ധ്യാനിക്കേണ്ടതില്ല, പകരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രം മതി എന്നാണ്. നമ്മൾ ആധികാരികമായിട്ടൊന്നും അദ്ദേഹത്തെ സ്മരിച്ച് ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ട് എല്ലാം ചെയ്യുക. അപ്പൊ എന്താണ് അതിനകത്ത് എന്താ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കി, പക്ഷെ അതിനുള്ളിൽ എന്താണ് മനസ്സിലാക്കിയത്? അദ്ദേഹത്തിനോടുള്ള പ്രേമം, അദ്ദേഹത്തിനോടുള്ള ഭക്തി, അദ്ദേഹത്തിനുള്ള പ്രേമം, സ്നേഹം എങ്ങനെ നമുക്ക് പ്രകടിപ്പിക്കാം? അത് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രവൃത്തികൾ ചെയ്തു. എങ്ങനെ സ്മരിക്കാം? സ്മരിക്കാം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ഇപ്പൊ എന്താ പറയാ, നാമജപത്തിലൂടെ അദ്ദേഹത്തിന്റെ പേരുകൾ ഉച്ചരിക്കുകയും അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ കാണുകയും. ഇപ്പൊ ആ രൂപത്തെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, 2 കൈയില് ഓടക്കുഴലും മറ്റേ മയിൽപ്പീലിയും തിരികെ നിൽക്കുന്ന ആ രൂപത്തെ മനസ്സിലെപ്പോഴും ഓർത്തുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുകയും സ്മരിക്കുകയും ചെയ്യാം. രൂപം എന്തായാലും ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഔദ്യോഗികമായിട്ട് ധ്യാനത്തിന്റെ ആവശ്യമില്ല, ഇത്രയും ചെയ്താൽ തന്നെ. അല്ല, ഞാൻ ഔദ്യോഗികം എന്നൊരു ശബ്ദമാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഔദ്യോഗികമായി ധ്യാനിക്കേണ്ടതില്ല? ഔദ്യോഗികം എന്ന് പറയുന്നത് മന്ത്രവേദങ്ങളൊക്കെ ഉരുവിട്ട് അദ്ദേഹത്തെ പറഞ്ഞേണ്ട കാര്യം. വേദങ്ങളൊക്കെ പഠിച്ച് വളരെ ജ്ഞാനിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭക്തിയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. കറക്റ്റ്. ഭാഗവതം വായിക്കുന്നതിലൂടെ എപ്പോഴാണ് ഞാൻ പോയിന്റ് വന്നത്? ഞാൻ അതാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. ഭാഗവതം വായിക്കുന്നതിലൂടെ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി എത്താം. അവിടെ വേദമന്ത്രങ്ങളിലൂടെ നമ്മൾ ഔദ്യോഗികമായിട്ട്, അതൊരു ഔദ്യോഗികമാണ്, ഔദ്യോഗികമായിട്ട് ഉപചാര ആദികളൊന്നും ഇല്ല. നമ്മൾ ഭഗവാനെ സിമ്പിളായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. ഒരു പൂവ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ മുറ്റത്ത് ഒരു പൂവ് വരുന്നുണ്ടെങ്കിൽ ആ പൂവ് ഇത് ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. ആ പുഷ്പം എടുത്ത് ഭഗവാന് കൊണ്ട് സമർപ്പിക്കുക. കൃഷ്ണ, എൻ്റെ മുറ്റത്ത് ഇന്നൊരു ചെടി പുഷ്പിച്ചു, കണ്ടപ്പോൾ നല്ല മനോഹരമാണെന്ന് തോന്നുന്നു, അത് അങ്ങയുടെ പാദങ്ങളിൽ ഇരിക്കാനാണ് അതിന് യോഗ്യത, അതാണ് കാണാനും മനോഹരം എന്ന് ചിന്തിക്കുക. ഈ ചിന്തയാണ് ഭഗവാനുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ അളക്കുന്നത്. അല്ല, നല്ല പുഷ്പമാണ്, ഇത് നിന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് നമ്മൾ നമ്മുടെ പങ്കാളിയോട് പറയുകയല്ല. ഭഗവാന് സമർപ്പിച്ചിട്ട് ആ പുഷ്പം എടുക്കാം. ഭഗവാന് സമർപ്പിച്ച പുഷ്പമാണ്, ഇനി നീ ഇത് തലയിൽ വെക്കൂ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, ആ പാദങ്ങൾ നിന്റെ തലയിൽ സ്പർശിക്കും. അവിടെയാണ് ഭഗവാനുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാകുന്നത്, റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആ ഭൗതികമായതിനെ നമ്മൾ ആത്മീയമായി മാറ്റിയിട്ടു. അവിടെയാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ മെറ്റീരിയലിസ്റ്റിക് ആയ പുഷ്പത്തെ നമ്മൾ സ്പിരിച്വലിസ്റ്റിക് ആയിട്ട് മാറ്റി അതിനെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ആ പാദരേണുക്കൾ പതിഞ്ഞ ആ പുഷ്പത്തെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന്റെ തലയിൽ ചൂടിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ ഭഗവാന്റെ പാദങ്ങൾ ആ തലയിൽ സ്പർശിച്ചു. അല്ലാതെ നമ്മൾ ആ തലയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അശുഭമാണ്, അശുദ്ധിയാണ്. കാര്യം, തലമുടി ശുദ്ധതയുടെ ഭാഗമല്ല.
വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത്, അതൊക്കെ പ്ലാറ്റ്ഫോം പോട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത്, വൈദിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന സമയത്ത്, യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് തുടരുതാത്ത ചില ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം തലമുടിയാണ്. തലയിൽ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ആചമനം ചെയ്യണം, ശുദ്ധി ചെയ്യണം. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സനാതന ഗോസ്വാമിയുടെ ഹരിഭക്ത വിലാസത്തിൽ പറയുന്നുണ്ട്. വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നുണ്ട്. പൂജാമുറി എങ്ങനെയായിരിക്കണം, ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അനുഷ്ഠിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ശരീരത്തിന്റെ അഴുക്കാണ് മുടിയായിട്ടും നഖമായിട്ടും വരുന്നത്. അതെ, അതുകൊണ്ടായിരിക്കും. അതെ, സുരേഷ് ഗോപി പ്രഭു പറഞ്ഞ കണക്ക് ആ പ്രസാദം ഓഫറിങ് വിട്ടുപോയി. അപ്പോഴത്തേക്ക് നമ്മൾ ജോലി ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടി ആവുമല്ലോ. അതെ അതെ, സത്യം. കറക്റ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം വന്നത്. അതെ, അപ്പൊ ജോലി ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയായി, ഭഗവാന് പ്രസാദം ഉണ്ടാക്കാനായി. അപ്പൊ എല്ലാ സമയവും നമ്മൾ ഭഗവാന് വേണ്ടിയായി. സിമ്പിൾ അല്ലേ? ആ ഒരു ഓഫറിങ് കഴിപ്പ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു, റെഡിയായി. അപ്പോഴേ ഭക്തിയുത സേവനത്തിന്റെ ബേസിക്സ് ആവുന്നുള്ളൂ. ഓഫർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ ചെയ്യണം. പാലക്കിന് ഓഫർ ചെയ്യുക, എന്തെങ്കിലും പുഷ്പം, അങ്ങനെ ഫലം ഒക്കെ ഓഫർ ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ ജോലിയായി, എല്ലാം ഭഗവാന് വേണ്ടിയായി എല്ലാം. അതാണ് ആ മന്മനാഭവ ഭക്ത ആ ശ്ലോകത്തിൽ പറയുന്നത്. 24 മണിക്കൂറും ഭഗവാന് വേണ്ടി ഭഗവാനെ ഓർക്കണമെങ്കിൽ അതല്ലേ വഴിയുള്ളൂ. സത്യം. ട്രൂ പോയിന്റ്സ്. ജയലക്ഷ്മിയെല്ലാം ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടി. പ്രഭു, എനിക്ക് വേദങ്ങളെ പറ്റി അറിയാവുന്ന ഒരു ചെറിയ കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാം. അത് തീർച്ചയായിട്ടും അത് ചിലപ്പോ അത് എല്ലാവർക്കും സ്വീകാര്യമാവണമെന്നില്ല. പക്ഷെ പ്രഭു പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. പറഞ്ഞോളൂ എന്തായാലും. ഓക്കെ. ഈ വേദങ്ങൾ എന്ന് പറഞ്ഞ വേദത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് വേദത്തിന്റെ ആദ്യ ഭാഗവും ഒന്ന് വേദത്തിന്റെ അവസാനം. വേദാന്തം എന്ന് പറയുന്നത് വേദത്തിന്റെ അവസാന ഭാഗമാണ്. ഒരു മിനിറ്റ് പ്രഭു, ഡോറിങ് അടയ്ക്കും. അപ്പൊ ഈ വേദത്തിന്റെ ആദ്യ ഭാഗത്താണ് ഈ ശ്ലോകങ്ങളും നമ്മൾ ഈശ്വരാരാധനയൊക്കെ കൂടുതലായിട്ട് വരുന്നത്. വേദത്തിന്റെ ആദ്യ ഭാഗമാണ് കർമ്മകാന്ഡം എന്ന് നമ്മൾ പറയുന്നത്. കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വര ആരാധനയാണ് വരുന്നത്. ഈശ്വര ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആദ്യമൊക്കെ ആൾക്കാർ എന്താണ്, പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ അവർ ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഒരുപാട് വന്നിരുന്നപ്പോൾ പ്രകൃതി ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ആരാധിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല, പ്രകൃതി ആരാധിച്ചിട്ടും കാര്യമില്ല, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കലാമിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ ആലോചിച്ചപ്പോഴാണ് അവര് പിന്നെ എന്ത് ചെയ്തു, കർമ്മകാണ്ഡത്തിലോട്ട് വരുന്നത്. അതായത് ദൈവത്തിന് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, ഈശ്വരനെ പ്രാർത്ഥിച്ചാല് ദൈവമാണ്, കൃഷ്ണനല്ല ഞാൻ പറയുന്നത്, ദൈവം, ദേവന്മാരെ സങ്കല്പമാണ് ഞാൻ പറയുന്നത്. ദേവനെ ആരാധിച്ചാൽ സ്വർഗം കിട്ടും എന്നുള്ള കോൺസെപ്റ്റില് അവര് ദേവനെ ആരാധിച്ചു തുടങ്ങി. ദേവനെ ആരാധിച്ചാൽ സ്വർഗം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഓക്കെ, അപ്പം അത് പിന്നെ അത് കാര്യം തെളിവൊന്നും ആരും വന്ന് തന്നിട്ടില്ല. നമുക്ക് ദേവനെ ആരാധിച്ചാൽ സ്വർഗം കിട്ടും എന്നുള്ളതിന് തെളിവ് തന്നിട്ടില്ല. അങ്ങനെ അവര് ചിന്തിച്ചപ്പോഴത്തേക്കാണ് പിന്നെ ഉപാസനാ കാണ്ഡം വരുന്നത്. ഉപാസനാ കാണ്ഡത്തിൽ 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഓക്കെ, അതുപോലെ തന്നെ കർമ്മകാണ്ഡം, നമ്മൾ ദേവനെ പ്രാർത്ഥിച്ചാൽ കൂടെ നമുക്ക് ദുഃഖവും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സത്യം. കർമ്മകാണ്ഡത്തിൽ നമ്മൾ ദേവനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് 3 കാര്യങ്ങളാണ് കിട്ടുന്നത്: ധർമ്മം, അർത്ഥം, കാമം. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പുണ്യം. അർത്ഥം എന്ന് പറഞ്ഞാല് പൈസ, പിന്നെ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കംഫേർട്സും കിട്ടും, അത് അർത്ഥം. 3ാമത്തെ കാര്യം എന്ന് പറയുന്ന കാമം. കാമം എന്ന് പറഞ്ഞാൽ സർവ്വ ആഗ്രഹങ്ങളും സാധിക്കും നമ്മള്. പക്ഷെ ഈ 3 ഗുണങ്ങളെയും പറയുന്നത് ഗുണത്രയങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ പ്രേയസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനോടൊപ്പം നമുക്കൊരു ദുഃഖവും കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും.
അപ്പം എന്ത് ചെയ്തു? അതിന്റെ കൂടെ ഇപ്പം 3 ദുഃഖങ്ങൾ കിട്ടുന്ന, ഒന്ന് ദുഃഖ മിശ്രിതത്വമാണ്. ദുഃഖ മിശ്രിതത്വം, അസംതൃപ്തികരത്വം, 3 ബന്ധകത്വം, 3 കാര്യങ്ങൾ അവിടെ കിട്ടും. ദുഃഖ മിശ്രിതത്വം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്തില്ല, ഉദാഹരണത്തിന് നമ്മളൊരു വീട് വെക്കുന്നെന്നിരിക്കട്ടെ, വീട് വെക്കുന്ന വരെ നമുക്ക് അതിന്റെ ടെൻഷൻ. പ്രഭു ഇത് പറയാവോ? പ്രഭു അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യം കാണുമല്ലോ. പറയുമ്പോ ചിലപ്പോ ഇനി നീണ്ടു പോകണമെന്ന് എനിക്ക് അറിയില്ല. ഞാനീ ഓക്കെ. അപ്പൊ നമ്മൾ എന്തിപ്പോ വീട് വെക്കാൻ തന്നെ നമ്മൾ ഒരുപാട് ഹാർഡ്ഷിപ്പ് എടുത്ത് നമുക്ക് അതിന്റെ ചിലപ്പോൾ പൈസ ഇല്ലാതെ വരും. അങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് നമ്മൾ വീട് വെക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വിഷമത്തോടെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അസംതൃപ്തികരത്വം. അതും നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അതായത് നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തി ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു. അപ്പം എങ്ങനെയെങ്കിലും 10 ജയിച്ചാൽ മതി എന്ന് തോന്നും. 10 ജയിക്കുമ്പോൾ പ്രീ ഡിഗ്രി ജയിക്കുക. ഇനി പോട്ടെ, ഒരു ജോലിയിൽ കയറിയാൽ തന്നെ നമുക്ക് ആദ്യം വിചാരിക്കും എങ്ങനെയെങ്കിലും ഒരു ജോലി മതി. അതിൽ കയറുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, നമുക്ക് അവിടെ തൃപ്തി ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ ഹയർ ലെവലിലോട്ട് പോണം എന്നുള്ള ഇങ്ങനെ. ഇത് രണ്ടാമത് അസംതൃപ്തികരത്വം. ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു ദുഃഖമാണ്. മൂന്നാമത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ ബന്ധകത്വം. ഇതെല്ലാം ദേവനെയോ ദേവിയോ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മൂന്നാമതുള്ളത് ബന്ധകത്വം. ബന്ധകത്വം എന്ന് പറഞ്ഞാല്, ഉദാഹരണം പറഞ്ഞാല്, നമ്മളിപ്പോ കുട്ടികളില്ലാത്തവര് പിന്നെ ഒരുപാട് നേർച്ചകളും വഴിപാടും ഒക്കെ നടത്തി കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ കുട്ടി ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് തലവേദന ആകുന്ന രീതിയിൽ എന്തെങ്കിലും ന്യൂസൻസോ അങ്ങനെയൊക്കെ ഉള്ള കുട്ടി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് വീണ്ടും നമുക്ക് തീരാ വേദനയാവും. അപ്പോഴാണ് ഈ കർമ്മകാണ്ഡം എന്ന് പറയുന്ന വേദത്തിന്റെ ആദ്യ ഭാഗമാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ദേവനെ 33 കോടി ദേവന്മാര് നമുക്കുണ്ട്. അപ്പൊ ഏത് ദേവനെ പ്രാർത്ഥിച്ചിരുന്നാലും കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ദുഃഖം കൂടെ നമുക്ക് വരും. ഓക്കെ. അപ്പം പിന്നെ ഈ സ്വർഗത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല. നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിനെ വിളിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും, ദൈവമല്ല ദേവൻ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നരകം കിട്ടും. ഈ ഒരു കോൺസെപ്റ്റിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം സത്യാന്വേഷികൾ വീണ്ടും അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അടുത്ത കാണ്ഡം ജ്ഞാനകാണ്ഡം, അതായത് വേദാന്തം എന്ന് പറയുന്നതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നതാണ് വേദാന്തം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിലാണ് നമ്മൾ കൃഷ്ണൻ ഭഗവാന്റെ കാര്യം പറയുന്നത്. അവിടെ ഭക്തി, നമ്മൾ ഭഗവാനെ ഭക്തിപൂർവ്വം കുറെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഇതിൽ വെച്ച് നിർത്താം. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, അവിടെ ഭഗവത് പാദം പോവുകയാണ് നമ്മൾ. അല്ലെങ്കിൽ ഭക്തിന്ന് നമ്മൾ ഭക്തിയിൽ കൂടെ നമ്മൾ എത്തിക്കുന്നത് ജ്ഞാനത്തിൽ തന്നെയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖമില്ലാത്ത അവസ്ഥയാണ്. അവിടെ ഒരു ദുഃഖവും തന്നെ ഇല്ല. നമ്മൾ ഭഗവാനെ വിളിച്ച് ഭഗവത് പാദം പൂകിക്കഴിഞ്ഞാൽ അവിടെ ദുഃഖവും ഇല്ല. പിന്നെ നമുക്ക് ജന്മങ്ങളില്ല, ജനന മരണങ്ങൾ. ഒരു വാസ്റ്റായിട്ട് ഞാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ തൊടുന്നില്ല. ഇത്രയും ഞാനങ്ങ് നിർത്തുകയാണ്. അപ്പൊ വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്താണ്, വേദങ്ങളല്ല. ഉപനിഷത്ത് എന്ന് പറയുന്നത് ശരിക്കും ഭക്തിന്ന് നമ്മൾ ജ്ഞാനത്തിലോട്ട് പോകുന്ന ആ ഒരു ഫേസ് ആണ് ഉപനിഷത്ത്. അപ്പൊ ഉപനിഷത്താണ് ഈ ഭക്തിയിൽ കൂടെ നമ്മൾ എത്തിക്കുന്നത്, ജ്ഞാനത്തിലാണ്. ഭക്തിയിലൂടെ നമ്മൾ എത്തുന്നത് എവിടെയെന്ന് വെച്ചാൽ ഉപനിഷത്തിലോട്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിലോട്ടാണ്. അതായത് ഭഗവത് പാദം പോകുകയാണ് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ പറയാം. താങ്ക് യു. ഇതിനകത്ത് ഒന്ന് വേദാന്തം, അതായത് അവിടെയാണ് വ്യാസമഹർഷി നാരദ മഹർഷി വേദാന്ത സൂത്രം പറഞ്ഞു കൊടുത്തത്. ഫോർമുലയാണ് വേദാന്തം, വേദങ്ങളുടെ എല്ലാം സാരവത്ത് വേദാന്ത സൂത്രം പറഞ്ഞു കൊടുത്തു. അവിടെ ചെറിയൊരു ഞാൻ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് എടുക്കുകയാണ്. റൈറ്റിലെ വേർഡിന് ഞാൻ ലെഫ്റ്റ് ഇടുകയാണ്. ഭക്തിയാണ് പരമപദ പ്രാപ്തി എന്ന ശരിയായ ജ്ഞാനത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഭക്തിയുടെ തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ജ്ഞാനയോഗം ഭക്തി യോഗത്തിൽ കൊണ്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എടുത്ത ജ്ഞാനം റോങ് ആണ്. അങ്ങനെ ജ്ഞാനത്തിലൂടെ നമ്മൾ നമ്മൾ മുക്തിയിലെത്തണം, പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരണം. അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. പ്രയാസങ്ങളിൽ നിന്നല്ല, വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരണം. വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ആ ഒരു ലിബറേഷൻ സ്റ്റേജ് ഗൃഹസ്ഥാശ്രമത്തിൽ അല്ലെങ്കിൽ അറ്റ് കറണ്ട് ലൈഫിൽ വരുന്നത്. കൃത്യം അതിലൂടെ വരുള്ളൂ. ആ കറണ്ട് ലൈഫിൽ അതെ. അപ്പം അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് ആയിട്ട് മാറും. അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷേ അതിൽ ഡിറ്റാച്ച്മെന്റ് സിറ്റുവേഷനിൽ എത്തും. തൃഷ്ണകൾ കുറഞ്ഞാലേ വരുള്ളൂ. അങ്ങനെ ആ മുക്തിയുടെ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ശരിയായ ഭക്തിയിലെത്തുന്നത്. ഭക്തി ശ്രേഷ്ഠമായ ഒന്നാണ്. ഭക്തിക്ക് ഉപരിയായിട്ട് പിന്നെ വേറൊന്നുമില്ല. ഹരികൃഷ്ണ. സുശീം പ്രഭു എന്തോ ഭഗവത്ഗീത കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഭഗവത്ഗീത ഈ ചാപ്റ്റർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പറയാമെന്നുള്ളത്.
ഇല്ലേ? ഇല്ല, ഞാനത് തീർന്നില്ല പ്രഭു. ഞാൻ അതിന്റെ ആദ്യത്തെ ഭാഗം അർജുനൻ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ഈ ശരീരം അല്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് 35 വരെയൊക്കെ എത്തിയുള്ളൂ ഞാൻ. സൂര്യമാതാജി എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. അത് പൂർണ്ണമല്ല. അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. പ്രഭു, ഞാൻ ഒരെണ്ണം പറയാൻ വിട്ടുപോയി പ്രഭു, എന്റെ ഇടയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ കേട്ടോ പ്രഭു. പിന്നെ നമ്മള് ദേവനെ ഉപാസിക്കുമ്പോ 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് ദേവനെയാണ് ഉപാസിക്കുന്നത്, ഭയങ്കര ബഹളം, ഏത് ദേവനെയാണ് ഉപാസിക്കുന്നത് ആ ദേവന്റെ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോവാന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് സാരൂപ്യം. സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഏത് ദേവനെയാണ് ഉപാസിക്കുന്നത് ആ ദേവന്റെ രൂപത്തിലിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത് സാമീപ്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ ഏത് ദേവനെയോ ദേവിയാണ് ഉപാസിക്കുന്നത് ആ ദേവിയുടെ സാമീപ്യം നമുക്കുണ്ടാവും. 4 എന്ന് പറയുന്നത് സായുജ്യം. സായുജ്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലെവൽ കൂടിയതാണ്. മനസ്സിൽ നമ്മൾ എപ്പോഴും ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് നടക്കും. പിന്നെ കർമ്മകാണ്ഡത്തിൽ വേറെ 2 കൂടെ ഉണ്ട്. എന്താണ്, അയ്യോ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതില് ആദ്യത്തെ നമ്മള് 3 കാര്യങ്ങളുണ്ട്. 3 പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുപോയി. കർമ്മത്തില് വരുന്നതൊന്ന് കായിക കർമ്മം, വാചിക കർമ്മം, മാനസിക കർമ്മം. കായിക കർമ്മം എന്ന് പറഞ്ഞാല് ഏറ്റവും താഴ്ന്ന ലെവലാണ്. അതായത് നമ്മള് ശയനപ്രദക്ഷിണ, നമ്മൾ ശരീരപരമായി എന്തെല്ലാം ഭഗവാന് ചെയ്യുന്നോ അതെല്ലാം കായികത്തിന് വരുന്നതാണ്. അതായത് ഇപ്പം തുടക്കത്തിലുള്ള ഒരാൾ ഇപ്പൊ ശയനപ്രദക്ഷിണം, ശൂലം കുത്തല്, ഇതെല്ലാം വരുന്നത് കായിക കർമ്മത്തിലാണ്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ ഇതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ ലെവൽ കൂട്ടിയപ്പോഴത്തേക്ക് അതെന്ന് പറഞ്ഞാൽ വാചികം. വാചികം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ പറയുക, വേദമന്ത്ര ഉച്ചാരണം, ഇതൊക്കെയാണ് വാചികം. പിന്നെന്താ, ഭഗവത പാരായണം. ഇതിനേക്കാളും കൂടിയ ലെവലാണ് മൂന്നാമത്തേത് മാനസികം. മാനസികം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എപ്പോഴും പ്രഭു പറഞ്ഞാലും ഭഗവാനെ ഓർത്തോണ്ടിരിക്കുക എന്നുള്ളതാണ് മാനസിക കർമ്മം. അതായത് ഒഫീഷ്യലി നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഇപ്പം വിളക്ക് പോലും കത്തിക്കേണ്ട കാര്യമില്ല. മനസ്സിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അത് കുറച്ചുകൂടെ അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്തിടും മനുഷ്യന് മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന പൂ എടുത്ത് വേണം ഭഗവാന് നമ്മൾ അർപ്പിക്കേണ്ടത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കർമ്മകാണ്ഡത്തിൽ വരുന്നതാണ്. ഹരേ കൃഷ്ണ. ഇതിനകത്ത് ലാസ്റ്റിൽ പറഞ്ഞതിന് ഞാൻ തുടങ്ങാം. വിളക്ക് കൊളുത്തണ്ട, അങ്ങനെയുള്ള കാര്യം, അതെല്ലാം ബാബാജിമാരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴാണ് ആ ഒരു അവസ്ഥയിലെത്തുന്നത്. അവർ നമ്മൾ പറയുന്ന പോലെ രാവിലെ എഴുന്നേക്കാർ കാണത്തില്ല. ബാബാജിമാരുടെ സ്റ്റേജിൽ ആ ഒരു തലത്തിൽ ഗൃഹസ്ഥാശ്രമിയായ നമ്മൾ ഒരിക്കലും എത്താൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഈ പ്രൊസീജിയർ എല്ലാം ആപ്ലിക്കബിൾ ആണ്. ഹരേ കൃഷ്ണ. പിന്നെ കാർമികം, വാചികം, ഇതെല്ലാം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് 3ഉം ആവശ്യമാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒക്കെ നിലത്ത് കിടന്ന് ഉരുളും. ഭക്തന്മാര് നിലത്ത് കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനന്ദം കൊണ്ട് ഉരുളുന്നതാണ്. അത് മനസ്സിൽ ഫുള്ള് ഭഗവാന്റെ സ്മരണയാണ്. ആ ആനന്ദം, ആ സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടുന്നതാണ്. അതൊന്ന്. പിന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ശയനപ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞത് അത് വെറും വഴിപാടല്ല. അത് അജ്ഞാനികളാണ് അങ്ങനെ ഒരു വഴിപാട് എന്നുള്ള തലത്തിൽ മാത്രം പോകുന്നത്. പക്ഷേ സംഭവം ഒരുപാട് ഭക്തന്മാര് വന്ന് ചവിട്ടിയ മണ്ണാണ്. ആ മണ്ണ് നമ്മുടെ ശരീരത്തിൽ, അത് ഭക്തിയുടെ വേറൊരു തലമാണ്. ആ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ കൊണ്ട് എങ്കിലും ഉരസിയെങ്കിലും ആ പാദരേണുക്കൾ സ്പർശിച്ചെങ്കിലും, അതാണ് പറഞ്ഞത് വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധുപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ അങ്ങയുടെ എല്ലാ ഭക്തന്മാരെയും നമിക്കുന്നു. കാരണം നമുക്ക് നമ്മളെ അനുഗ്രഹിക്കാനുള്ള, പതിതാത്മാക്കളെ അനുഗ്രഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പം അനേകം ഭക്തര് വരുന്ന ആ മണ്ണിന് നമ്മൾ ശരീരം മൊത്തവും ശയനപ്രദക്ഷിണം ചെയ്ത് ആ പാദരേണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെങ്കിലും ഭഗവാനെ ഈ പാവങ്ങൾ പോകട്ടെ എന്നുള്ളതാണ്. പിന്നെ മന്ത്രവും ഇതിന്റെ കൂടെ ആവശ്യമാണ്. കാര്യം മനസ്സിനെ ത്രാണനം ചെയ്യാൻ മന്ത്രം കൂടിയേ തീരും. അപ്പോഴാണ് കലിയുഗത്തില് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കലി കാലത്തില് സങ്കീർത്തന യജ്ഞമാണ് വേണ്ടത്.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന സങ്കീർത്തന യജ്ഞം കൂടിയേ തീരും. അപ്പോഴാണ് മാനസികമായിട്ട് അതായത് ഇതെല്ലാം ഈ മൂന്നും ശ്രവണം, സ്മരണം, മനസ്സുണ്ടെങ്കിൽ മാത്രമേ സ്മരിക്കാൻ പറ്റുകയുള്ളൂ, സ്മരണം ആൻഡ് കീർത്തനം. ഈ ഇടയ്ക്ക് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മറന്നുപോയി. ഈ ഇടയ്ക്ക് കരള് മാറ്റിവെക്കുമ്പോൾ, ഹൃദയം മാറ്റിവെക്കുമ്പോൾ ആരുടെ ഹൃദയമാണോ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ സബ്ജക്റ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കുന്നില്ല, ജസ്റ്റ് കേട്ട ഇത് മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ആരുടെ ഹൃദയമാണോ മറ്റൊരാളുടെ ശരീരത്തേക്ക് മാറ്റിവെക്കുന്നത്, ഈ ദാതാവിന്റെ ആ ഒരു സ്വഭാവം അവിടെ കാണിക്കുന്നുണ്ട് എന്ന് ചെറിയൊരു സ്റ്റഡി വന്നിട്ടുണ്ട്. അവിടെ ഒരു എന്തോ ഈ സെയിം സ്റ്റഡി കിഡ്നിക്കും ഇതുണ്ട്. എന്ന് വെച്ചാൽ 2 കിഡ്നി ഇല്ലേ, ഇംപ്ലാന്റ് ചെയ്യുന്ന ആളുടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇംപ്ലാന്റ് ഡോണറിന്റെ എന്ത് അസുഖം ഡോണറിന് വന്നാലും ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ആൾക്കും ഇതേ അസുഖം തന്നെ വരും, സ്വഭാവ മാറ്റവും കാണിക്കും. അപ്പൊ അവിടെ ചിന്തിക്കുന്നത് വേറെ സ്റ്റഡി വരുന്നതാണ്, തലച്ചോറാണോ പ്രവർത്തനം, ആത്മാവാണോ പ്രവർത്തനം, ഹൃദയമാണോ പ്രവർത്തനം എന്ന് ഒരു സ്റ്റഡി അവിടെ വരുന്നു. ഞാൻ അത് അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, സ്റ്റേറ്റ്മെന്റിലോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാം. ജയപ്രകാശ് പ്രഭു, സുശീം പ്രഭു, രാജീവ് പ്രഭു ഒക്കെ ഇരിക്കുന്നു, റിസർച്ച് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇന്ദു കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കീർത്തനം ചെല്ലാൻ റെഡിയാണോ? ഹലോ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനെ കുറിച്ച് പാടാൻ ഇന്ന് റെഡിയാണോ? ഞാനൊരു കൃഷ്ണന്റെ ഒരു പാട്ട് എല്ലാരും കേട്ടിട്ടുള്ള പാട്ടാണ്. തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉണ്ട്, ഞാൻ മിസ്റ്റേക്സ് ഒക്കെ കാണും. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. 1000 മണിയൊച്ച എതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യം എതിരേറ്റു, അവിടുത്തെ കാരുണ്യം എതിരേറ്റു. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഓലക്കുടയിൽ നിൻ പീലിക്കണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വച്ചു. ഓലക്കുടയിൽ നിൻ പീലിക്കണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വച്ചു. സംഗീതരന്ധ്രങ്ങൾ 9 കോടി എന്തിനെന്മേൽ ഒളിച്ചു വച്ചു. നിനക്കു വേണ്ടേ ഒന്നും നിനക്കു വേണ്ടേ. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. എൻ മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനെ, വിറകിൽ ചിതഗ്നിയായി കാട്ടില
സന്നിധിയോടൊളിച്ചു കളിച്ചവനേ, എന്റെ ദൈവം ഭവാൻ എന്റെ ദൈവം. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ കാണിക്കുക. വീഡിയോ ഒന്ന് കണ്ടോട്ടെ, ആരാന്നറിയാം. സുശീൻ റൂ കണ്ണാടി വെച്ചു. എടുക്കാൻ പറ്റുന്ന ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. നന്നായി പാടി. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഫീലായിരുന്നു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പാടുമ്പോ. അതാ സൗണ്ടിലുണ്ടായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പാടുന്നതേ, അതുകൊണ്ട്. വളരെ നന്നായിരുന്നു. താങ്ക് യു. 1-2 പ്രാവശ്യം പാടുമ്പോ അങ്ങ് മാറും. പണ്ട് കോളേജിലൊക്കെ പാടിയിട്ടേ ഉള്ളൂ. അതാണ്, ഇനി പാടണം, പാടണം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു സുരേഷ് ഗോപി പ്രഭുവിനൊരു കൂട്ടം അതുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ജയലക്ഷ്മി പാടും. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളും കൂടി ആയി എന്ന് പറയായിരുന്നു. എല്ലാരും ഒരു പിടി അമിതമായിട്ട് നടക്കുക. അതാണ്, അതെ, കൃത്യമാണ്, സത്യം കൃത്യമാണ്. അതെ, വളരെ അർത്ഥവത്തായ വരികളാണ്, വളരെ അർത്ഥമുള്ള വരികളാണ്, ഒരുപാട് നല്ല ഡീപ്പായിട്ട് അർത്ഥമുള്ള വരികളാണ്. ഭയങ്കര ആ അർത്ഥം, ആ ഡെപ്ത് ആ പാട്ടിലുണ്ട്. അതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. വിസ്മയ അച്ഛൻ എവിടെ? ഇവിടെ തന്നെ ഉണ്ട്. വിളിച്ചിരിക്കുകയാണോ? നമസ്കാരം. ബ്രോ ഒന്നും പറഞ്ഞില്ല, ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു കാര്യവും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ പ്രഭു, ഞാൻ ഒന്ന് പുറത്തു പോയിരുന്നു. എന്തേ പുറത്തു പോയി? ഞങ്ങളെല്ലാം പുറത്തു പോയിട്ടുണ്ടാവും. എന്തേ? മോളുടെ വിസ സ്റ്റാമ്പ് ഞാൻ മറന്നുപോയി കൊണ്ട് കൊടുക്കാനേ. അങ്ങനെ ഇപ്പൊ കൊറിയർ സർവീസ് കൊണ്ട് കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. വന്ന് കേറിയതേ ഉള്ളൂ. അമ്മയുടെ അമ്മ ട്യൂഷൻ എടുക്കുന്നു. ഹരേ കൃഷ്ണ. ശരി, നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. വേറെ ഒന്നും പറയാനില്ലെങ്കിൽ രാജീവ് പ്രഭു ഒന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ അങ്കിള് പറഞ്ഞില്ലേ ഈ ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അതിനൊരു സയന്റിഫിക്കലി അതിനൊരു പേരുണ്ട്, കാർഡിയാക് ന്യൂറോളജിക്കൽ മെമ്മറി. നമ്മുടെ ഹേർട്സില്, നമ്മുടെ എല്ലാവരുടെയും ഹേർട്സില് 2 സെറ്റ് ഓഫ് നെർവ്സ് ഉണ്ട്. ഒന്ന് പുറത്തും ഒന്ന് അകത്തും, എന്ന് വെച്ചാൽ സെറ്റ്സ്. ഒരു സെറ്റ് പുറത്തും ഒരു സെറ്റ് അകത്തും. ഈ 1 സെറ്റ് നമ്മുടെ മെമ്മറി, അത് നമ്മൾ എന്തൊക്കെ ഇത് ചെയ്യുന്നു നമ്മുടെ മെമ്മറി ഹേർട്സിനകത്ത് വെക്കും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. ഈ സെയിം മെമ്മറി നമ്മൾ വേറൊരാളുടെ ചെസ്റ്റിലോട്ട് ഹേർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ഹേർട്ടിന് എന്ത് ഡിസീസ് വന്നാലും there is a chance അത് നമ്മുടെ ബ്രെയിനിനെ അഫക്ട് ചെയ്യാൻ പറ്റുമെന്ന്. That's it. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. സുശീം പ്രഭു, നമ്മുടെ കുട്ടികളെ റിസർച്ച് ചെയ്ത് തുടങ്ങി, റീസെർച്ച് ചെയ്ത് തുടങ്ങി. റിസർച്ച് എന്നുള്ള ആക്ച്വലി റീസെർച്ച് ആണ്. റിസർച്ച് പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒന്നും കാൽപ്പനികവുമല്ല. എവിടെയോ ഏതോ ഒരു കാലഘട്ടത്തുള്ളതിനെ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്തെടുക്കുകയാണ്. അതിനെ റീസെർച്ച് എന്നാണ് കൃത്യമായിട്ട് ആക്ച്വലി മീനിങ് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒന്നിനെ വീണ്ടും സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ്. എല്ലാ ദിവസവും ഓരോ സബ്ജക്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. അതെ അതെ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. മറ്റേ കീർത്തനയുടെ ക്ലാസ് കഴിഞ്ഞില്ലേ? ആ കമ്മൻ സ്റ്റഡിയിൽ നിൽക്കിയിരിക്കും അല്ലേ? സെഷൻ കഴിഞ്ഞില്ലേ അവർക്ക്? എപ്പിന്റെ സെഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എപ്പോഴേ കഴിഞ്ഞു? ഓക്കെ. അപ്പം കാൽപ്പനികമായിട്ടൊന്നുമില്ല. അത്
ഒന്നും കൂടെ തെളിയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരുപാടടുത്ത് പറയുന്നുണ്ട്, റിപ്പീറ്റേഷൻ വരുമ്പോൾ എവിടെയാ പറയുന്നത് ഓർമ്മയില്ല. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പായിട്ട് കാൽപ്പനികമായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് പ്രഭു ജയപ്രകാശ് പ്രഭു അതിനു മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മഹാകവി അക്കിത്തത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു. എന്തോ ഒരു നിമിത്തമായിരിക്കും അത് അവര് തന്നത്. വെളിച്ചം ദുഃഖമാണല്ലോ ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറയുമ്പം നമ്മൾ ആ അക്കിത്തത്തെ അറിഞ്ഞോ അറിയാതെയോ ഓർമ്മിച്ചു. ഒരുപക്ഷെ അതൊരു നിയോഗമായിരിക്കാം. അദ്ദേഹം ഈ ഭൗതിക ലോകം കഴിഞ്ഞ ആഴ്ച വെടിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ക്ലാസ് നടന്നിട്ടും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു നിയോഗമായിരിക്കാം. അപ്പം ആ അക്കിത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ കണക്കൂട്ടലുകൾ എന്താണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഉന്തിന്റെ കൂടെ തള്ളു എന്ന് പറയുന്ന മാതിരി അദ്ദേഹത്തിന് ഒരുപക്ഷെ വൈഷ്ണവരുടെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ ആവശ്യമായിരിക്കാം. ഒന്നും അറിയില്ല, നമ്മുടെ ചിന്തകളെ ഉള്ളതല്ല. ഒന്ന് പറഞ്ഞത് ഈ അടുത്തിടയ്ക്ക് കാനായി കുഞ്ഞിരാമൻ വാർത്തകൾ നിറഞ്ഞു നിന്നു അല്ലേ? വായിച്ചിട്ടുണ്ടായിരുന്നു? കാനായി കുഞ്ഞിരാമനും പാലക്കാട് മലമ്പുഴ യക്ഷിയും. ഒരുപക്ഷെ പലരും സന്ദർശിച്ചിട്ടുണ്ടാവും, മലമ്പുഴ യക്ഷിയെ കണ്ടിട്ടും ഉണ്ടാവും. വെറുതെ ഒരു ശില്പം കുത്തിവെച്ചിട്ടുണ്ട് എന്നായിരിക്കാം. അത് രസമാണ് കാണാൻ, ജീവനുള്ളതായിട്ട് തോന്നിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കാൽപ്പനികതയിൽ നിന്നല്ല അത് കൊത്തിയെടുത്തെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 2 പേരെ കണ്ടിട്ടായിരുന്നു അത് ചെയ്തത്. ഇപ്പൊ പറഞ്ഞു വന്നത് ഒന്നും കാൽപ്പനികമല്ല, ഇമാജിനറി, വിത്തൗട്ട് എനി റിയാലിറ്റി. ഇമാജിനേഷൻ ഇല്ല. സങ്കല്പം എന്നൊരു വസ്തുത ശൂന്യതയിൽ നിന്നില്ല. സങ്കല്പമുണ്ട്, അത് റിയാലിറ്റിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഡെവലപ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ മാതൃക എപ്പോഴും ഉണ്ടാകും. അതെ, ക്രിയേഷൻ. അതെ അതെ, ഒരു സീറോയിൽ നിന്ന് ക്രിയേഷൻ വരുന്നില്ല. അവിടെയാണ് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നത് ഓം പൂർണ്ണമത. ജയപ്രകാശ് പ്രഭു, എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാ പറഞ്ഞത്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണാവശിഷ്യതേ. ഹരേ കൃഷ്ണ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ആ പൂർണ്ണൻ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ പരിപൂർണതമനായ ഭഗവാന് മാത്രമേ നമ്മളെ സംരക്ഷിക്കാനും കഴിയുകയുള്ളൂ. ആ പരിപൂർണതമനായ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരോഢ്യശ്ച കൃപാ സിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം വിസ്മയ, ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്യ നാം സാമാമിയാമി കർമാഭി ഏകസ്യ ദേവസ്യ സേവ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാരായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായനി മഹാമായേ മഹായോഗിനീശ്വരി നന്ദഗോപസുതം ദേവീം പരിതം മേ കുരുതേ നമഃ. കൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണതവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അതുപോലെ വേറൊരു ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളത് വായിക്കുമ്പം അതിനെ സ്വാധീകരിക്കുന്ന പോയിന്റുകളായിട്ട് നമുക്ക് കിട്ടും. ഭഗവത്ഗീത വായിക്കാതെ പഠിക്കാതെ മറ്റൊരിടത്ത് പോയി കഴിഞ്ഞാൽ ഭഗവത്ഗീത പിന്നെ നമ്മൾ വായിക്കത്തില്ല. തീർച്ചയായിട്ടും ഇതാണ് സംഭവിക്കുന്നത്. ചിലരുടെ